അശമന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ആദരിച്ചു. കുന്നത്തുനാട് താലൂക്ക് സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ PR പ്രവീൺ യോഗം ഉദ്ഘാടനം ചെയ്തു. അശമന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും പ്രതിഭകളെ ആദരിക്കലും നടന്നു. കുന്നത്തുനാട് താലൂക്ക് സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ PR പ്രവീൺ ഉദ്ഘാടനം നിർവഹിച്ചു. SLCയിലും +2ലും ഉന്നത വിജയം കൈവരിച്ച എല്ലാ വിദ്യാർത്ഥികളെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അവർക്ക് ഉന്നത വിജയം കൈവരിച്ചതിനും അതോടൊപ്പം തന്നെ തുടർന്നുള്ള പഠനത്തിനും ഈ വിജയം തുടർന്ന് കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. എല്ലാവരും പുതിയ +2 കഴിഞ്ഞ് നമ്മൾ പുതിയ മേഖലകളിലേക്ക് തിരിച്ച് ഉള്ള പഠനത്തിലേക്ക് പോകാനുള്ള സമയമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ബാങ്ക് ഇവിടെ ഇന്നൊരു മോട്ടിവേഷൻ ക്ലാസ് പണിക്കർ സാറിൻ്റെ ഭാഗമായി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവരവരുടെ മേഖലകൾ തിരിച്ചറിയാനും പുതിയ തലങ്ങളിലേക്ക് പഠനം മാറ്റാനുമൊക്കെ ഉള്ള അവസരമാണ്. അത് ഫലപ്രദമായിട്ട് എല്ലാവരും വിനിയോഗിക്കുക. ബാങ്ക് പ്രസിഡന്റ് ഷാജി സരിക അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് ഭാവിയിലേക്കുള്ള മാർഗനിർദ്ദേശം എന്ന വിഷയത്തിൽ PS പണിക്കർ ക്ലാസ് എടുത്തു. നമ്മൾ നല്ല രീതിയിൽ പഠിച്ച് മാർക്ക് വാങ്ങിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആദരവ് ലഭിക്കുന്നത്. അതുപോലെ തുടർന്നും നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ച് മികച്ച വിജയം നേടിക്കഴിഞ്ഞാൽ നിങ്ങളെ എല്ലാ മേഖലയിലും നിങ്ങൾ ആദരിക്കപ്പെടും. അതിൻ്റെ ഒരു സന്തോഷം ഒന്ന് വേറെയാണ്. നമ്മൾ പരിഗണന അവഗണിക്കുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാകുന്നു, പരിഗണിക്കുമ്പോൾ നമുക്കേറെ സന്തോഷമുണ്ടാകുന്നു. അപ്പോൾ സമൂഹത്തിൻ്റെയും വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഒക്കെ ആ പരിഗണന അല്ലെങ്കിൽ ആ ആദരിക്കപ്പെടൽ ഏറ്റുവാങ്ങി നിങ്ങൾ മുന്നോട്ട് ജീവിക്കുമാറാകണം എന്നാണ് എനിക്ക് പ്രാഥമികമായിട്ട് പറയാനുള്ളത്. മികച്ച വിജയം നേടുന്നതിന് നിങ്ങളെ സംബന്ധിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണിത്. അതായത് അടുത്ത ഒരു 3-4 വർഷം അല്ലെങ്കിൽ ഒരു 4-5 വർഷക്കാലം നിങ്ങൾ ആരായിത്തീരണമെന്നും എന്തായിത്തീരണമെന്നും നിശ്ചയിക്കപ്പെടുന്ന ഒരു സമയമാണ്. എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ മറ്റെല്ലാ ചിന്തയിൽ നിന്നും മാറി നിങ്ങൾ പഠനത്തിലേക്ക് തന്നെ നിങ്ങൾ എത്തണം. ഒരു വിദ്യാർത്ഥിക്ക് അനവധി ഗുണങ്ങൾ ആവശ്യമുണ്ട്. ഇപ്പം വിനയം വേണം, അച്ചടക്കം വേണം, നല്ല പെരുമാറ്റം വേണം. അതുപോലെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയണം, നമ്മളെ നിയന്ത്രിക്കാൻ കഴിയണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരു വിദ്യാർത്ഥിക്ക് വേണ്ട ഏത് ഗുണമാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും നിയന്ത്രണ ശേഷി എന്ന് പറയും. നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ പറ്റണം. നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് എവിടെയും എത്താൻ പോവില്ല. തന്നെയല്ല, നമുക്ക് ഒരുപാട് ദോഷങ്ങൾ വന്നു ചേരും. പ്ലാന്റേഷൻ കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായ ജോർജ് ജോസഫ്, B.Ed പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ അപർണ വിനോജ് എന്നിവരെ അനുമോദിച്ചു. പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും ക്യാഷ് അവാർഡും മെമ്മന്റോയും നൽകി. ബാങ്ക് വൈസ് പ്രസിഡന്റ് KS ശശീന്ദ്രൻ നായർ, ബോർഡ് അംഗങ്ങളായ ബിനു തച്ചിയത്ത്, VV രാധാകൃഷ്ണൻ, PK ഉദയൻ, CK സുരേഷ്, KM അലി, MK രവി, EV ഇബ്രാഹിം, EG ജോർജ് കുട്ടി, ഷീബ ബാലൻ, ഗിരിജ രാമകൃഷ്ണൻ, ഷീജ സന്തോഷ്, ബാങ്ക് സെക്രട്ടറി കിരൺ P അശോക്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോഷി പോൾ, അനിത ജയൻ, അർച്ചന സഹദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. അശമന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഇന്ന് ആദരിക്കുകയുണ്ടായി. ക്യാഷ് അവാർഡും മൊമെന്റോയുമാണ് നൽകിയത്. ബാങ്കിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ മറ്റു മേഖലകളിലും പ്രവർത്തിച്ചുകൊണ്ടാണ് ബാങ്ക് മുന്നോട്ട് പോകുന്നത്. വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യ മേഖലയും കാർഷിക രംഗവുമെല്ലാം ആ രീതിയിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. 105 വർഷത്തിൽ എത്തി നിൽക്കുകയാണ് നമ്മുടെ ബാങ്ക്. അശമന്നൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള സഹകാരികളെയെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അവരുടെ ദൈനംദിന ജീവിത വിഷയങ്ങളുമായി ഏറ്റെടുത്ത് സാമ്പത്തികമായ സഹായങ്ങൾ ഉൾപ്പെടെ നമ്മൾ നൽകി വരുന്നുണ്ട്. അതുകൂടാതെ 300ഓളം പേർക്ക് ബാങ്കിൻ്റെ സാന്ത്വനം പെൻഷൻ പദ്ധതി വഴി പെൻഷൻ വിതരണം ചെയ്യുന്ന പദ്ധതി നമ്മൾ നടപ്പാക്കിയിട്ടുണ്ട്. അതിൻ്റെ 10ാം ഘട്ട വിതരണം വരുന്ന ഓഗസ്റ്റ് മാസത്തിൽ നടക്കും. വളരെ പ്രയാസം അനുഭവിക്കുന്ന ചികിത്സാ സഹായത്തിന് അർഹരായിട്ടുള്ള ബാങ്കിൻ്റെ മെമ്പേഴ്സിനെ നമ്മൾ സഹായിച്ചു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ സർക്കാർ തലത്തിലുള്ള മെമ്പേഴ്സ് റിലീഫ് ഫണ്ടിൽ അവർക്കെല്ലാം അപേക്ഷകൾ നൽകി
സർക്കാരിൽ നിന്നും ഫണ്ടാവുന്ന മുറയ്ക്ക് അത് വാങ്ങി നൽകുന്നതിന് വേണ്ടിയെല്ലാം ബാങ്ക് പരിശ്രമിക്കുന്നുണ്ട്. അത്തരത്തിൽ എല്ലാ ജനവിഭാഗങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അവരുടെ എല്ലാ സാമ്പത്തിക കാര്യങ്ങളിലുമെല്ലാം ബന്ധപ്പെട്ട് സഹായിച്ചുകൊണ്ടാണ് ഈ ബാങ്ക് മുന്നോട്ട് പോകുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.